ഇന്ന് നമ്മളൊരു വെജിറ്റബിൾ സ്റ്റൂ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ സവോള, ഒരു ക്യാരറ്റ്, ഒരു 4 ബീൻസ്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്. ഞാനിവിടെ 2 പേർക്കുള്ള സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വലിയൊരു സവോളയുടെ പകുതി, ഒരു ക്യാരറ്റ്, അതുപോലെ ഒരു 5-6 ബീൻസ്, പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ്, ഇത്രയും സാധനങ്ങളാണ് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ എരിവിനായിട്ട് നമുക്ക് പച്ചമുളകും കൂടി അരിഞ്ഞ് ചേർക്കാം. ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ഇടുന്നില്ല കേട്ടോ. ഒരു മഞ്ഞ കളറുള്ള സ്റ്റൂ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് ഇതെല്ലാം കൂടി ഒരു കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. കുക്കറിൽ ഒരു വിസിൽ വന്നതിന് ശേഷം സിമ്മിലിട്ട് ഒരു 5 മിനിറ്റും കൂടെ വേവിച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളവും ഒഴിച്ച് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിക്കാൻ വെക്കാം. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് പൗഡർ ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കലക്കി വെക്കാം. ഒരു 3 സ്പൂൺ കോക്കനട്ട് പൗഡർ മതി. ഇത് ഫ്രഷായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്താലും നല്ലതാണ് കേട്ടോ. ഞാനിവിടെ ഇപ്പോൾ തേങ്ങാപ്പാലിൻ്റെ പൊടിയാണ് കലക്കി ചേർക്കുന്നത്. ഇത്രയേ ഉള്ളൂ പണി. നമ്മളുടേത് ഇപ്പോൾ വെജിറ്റബിൾ സ്റ്റൂ ആയിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് വറുത്തും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയി കഴിഞ്ഞു. കടുകും കൂടെ വറുത്തിട്ടു. അപ്പോൾ വെജിറ്റബിൾ സ്റ്റൂ റെഡി. ഇതിന്നിപ്പോൾ ഞാൻ അപ്പത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം. അതുപോലെ തന്നെ പുട്ടിന് ഇത് ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ വളരെ എളുപ്പവുമാണല്ലോ. ഇതിൻ്റെ കൂടെ നമുക്ക് പീസും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ്, അതായത് ഉണക്ക പീസാണെങ്കിൽ നമുക്ക് തലേദിവസം ഒന്ന് കുതിർത്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ചേർക്കാം. അല്ലാത്ത പച്ച പീസാണെങ്കിൽ ഈ പച്ചക്കറികൾ ചേർക്കുന്ന ഒപ്പം തന്നെ അതും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തയ്യാറാക്കി നോക്കണേ. എപ്പോഴും പറയുന്നത് പോലെ ഈസിയാണ്, ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്.